ഹലോ നമസ്കാരം. അപ്പോൾ എക്സൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് പേജ് ലേഔട്ട് എന്ന ഭാഗത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഹോമും അതേപോലെ തന്നെ ഇൻസേർട്ടും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിലുള്ള ഓരോ വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോണത് പേജ് ലേഔട്ടാണ്. അപ്പോൾ വേർഡിൽ നമ്മൾ പേജ് ലേഔട്ട് പഠിച്ചു. അതേ രൂപത്തിലുള്ള പല കാര്യങ്ങളും ഈ എക്സലും പേജ് ലേഔട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പേജ് ലേഔട്ട്, എങ്ങനെ പേജ് ലേഔട്ട് ഉപയോഗിക്കാം, എന്തൊക്കെയാണ് പേജ് ലേഔട്ടിലെ പ്രധാനപ്പെട്ട ടൂളുകൾ, എങ്ങനെ അത് നമുക്ക് എക്സലിൽ ഉപയോഗിക്കുമ്പോൾ ഒരു വർക്കിൽ എങ്ങനെ യൂസ് ചെയ്യാം, എക്സലിൽ എന്തിനാണ് നമ്മൾ പേജ് ലേഔട്ട് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പേജ് ലേഔട്ട് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഒരു പേജ് പ്രിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, പേജ് സൈസ്, അതേപോലെ ഓറിയൻറ്റേഷന്, മാർജിന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണ് പേജ് ലേഔട്ട്. അപ്പോൾ പേജ് ലേഔട്ട് എങ്ങനെ ചെയ്ത് തുടങ്ങണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പേജ് ലേഔട്ടിൽ വരുന്നൊരു ടൂളാണ് തീം. അപ്പോൾ എന്താണ് തീം, എങ്ങനെ തീം ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഒരു ചാർട്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇൻസേർട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഒരു മോഡലിലെ ചാർട്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഈ ചാർട്ടിൻ്റെ സൈസ് ഞാനൊന്ന് ചെറുതാക്കിയിട്ട് ഈ ഇതിൻ്റെ നേരെ താഴെയായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി പേജ് ലേഔട്ടിൽ ആദ്യം തന്നെ വരുന്നതാണ് തീം. അപ്പോൾ ഇവിടെ കുറേ തീമുകൾ തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു തീം നമ്മളിവിടുന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൽ കുറേ തീമുകൾ തന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു തീം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ തീമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ചാർട്ടിൻ്റെ സ്റ്റൈലുകൾ വരിക. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ തന്നെ ആ ചാർട്ടിൻ്റെ ഉള്ളിൽ ഓരോ മാറ്റങ്ങൾ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് ഇവിടുന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ മൗസ് കൊണ്ടുപോകുന്നതിനനുസരിച്ച് ചാർട്ടിൻ്റെ സ്റ്റൈലുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തീം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ തീമും നമ്മളിവിടുന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതിന് ഓരോ സ്റ്റൈലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്ത് വരുന്നത്. അപ്പോൾ ഏത് തീമാണോ വേണ്ടത് അത് നമുക്കിവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കളേഴ്സ്. അപ്പോൾ ഓൾറെഡി ഈ തീമിന്, അതായത് ഈ ചാർട്ടിൻ്റെ ഉള്ളിൽ കുറേ കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കളറുകളൊക്കെ ഒഴിവാക്കി നമുക്ക് വേറെ ഏതെങ്കിലും കളേഴ്സിലേക്ക് നമുക്കിതുപോലെ ചേഞ്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കളേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോഴും ഓരോ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും വരിക. ഇതിൽ ഏത് കളേഴ്സാണോ ഇതിലേക്ക് വേണ്ടത് അത് നമുക്കിവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പിന്നെ ഇവിടെ വരുന്നതാണ് ഫോണ്ട്. ഫോണ്ടിന് നമുക്ക് എന്തെങ്കിലും ഡിസൈനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. കുറേ ഫോണ്ടിൻ്റെ സ്റ്റൈലുകൾ തന്നിട്ടുണ്ട്. ഏത് ഫോണ്ട് സ്റ്റൈലാണോ വേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓരോ ഫോണ്ട് സ്റ്റൈൽ സെലക്ട് ചെയ്യുമ്പോഴും ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഇവിടുന്ന് എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ ഇവിടെ വരുന്നതാണ് എഫക്റ്റ്. ഈ എഫക്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് ഒരു വൈറ്റ് തീമിലാണ് വരുന്നത്. അത് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാർട്ട് ലേഔട്ടിൽ ഒരു ബ്ലാക്ക് തീം കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന തീം മാറ്റിയിട്ട് അല്ലെങ്കിൽ സ്റ്റൈൽ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഒരു ബ്ലാക്ക് തീം ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ പേജ് ലേഔട്ടിലെ എഫക്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ അത് ഇവിടെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് വരിക. ഓരോ എഫക്റ്റുകൾ സെലക്ട് ചെയ്യുമ്പോഴേ അതിൻ്റെ ഉള്ളിൽ ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നതാണ് മാർജിന്. ഒരു പേജ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോപ്പിൽ എത്ര മാർജിൻ വേണം, ലെഫ്റ്റ് എത്ര മാർജിൻ വേണം, റൈറ്റ് എത്ര മാർജിൻ വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് മാർജിൻ യൂസ് ചെയ്യുന്നത്. മാർജിന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും അത് എഫക്റ്റ് ചെയ്ത് വരില്ല. നമുക്കൊരു പേജ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ട് എഫക്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വരൂ. അപ്പോൾ ഇതിലുള്ളൊരു മാർജിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. ഇനി ഇതിലില്ലാത്തൊരു മാർജിനാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റം മാർജിനിൽ പോയിട്ട് ഇതിൻ്റെ 4 ഭാഗത്തേക്കും, അതായത് ടോപ്പ് എത്ര, ലെഫ്റ്റ് എത്ര, റൈറ്റ് എത്ര, അതേപോലെ ഹെഡർ എത്ര, ഫൂട്ടർ എത്ര എന്നുള്ള എല്ലാ രൂപത്തിലുള്ള മാർജിൻസും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർജിന് യൂസ് ചെയ്യുന്നത്. നമ്മളിത് വേർഡിൽ ഓൾറെഡി പറഞ്ഞതാണ്, അതുതന്നെയാണ് എക്സലിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ ഓറിയൻറ്റേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു പേജ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ലാൻഡ്സ്കേപ്പിലാണോ അതല്ലെങ്കിൽ പോർട്രേറ്റിലാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഓറിയൻറ്റേഷൻ ഉപയോഗിക്കുന്നത്. അതായത് നീളത്തിനനുസരിച്ചാണോ വീതിക്കനുസരിച്ചാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഓറിയൻറ്റേഷന് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സൈസ്. സൈസും നമ്മൾ കഴിഞ്ഞ വേർഡിൻ്റെ ട്യൂട്ടോറിയലിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. ഒരു പേജ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഏത് പേപ്പർ സൈസിൽ പ്രിൻറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാനാണ് സൈസ് യൂസ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ വരുന്നതാണ് പ്രിൻ്റ് ഏരിയ. അപ്പോൾ ഈ പേജ് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഉള്ളിൽ
താഴേക്ക് വെക്കുന്നുണ്ട്, എന്നാലേ ഒരു പേജിലായിട്ട് കറക്റ്റായിട്ട് കാണിക്കൂ. ഇവിടെ വന്ന് ഫയലിൽ പോയിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നോക്കൂ, ഇതിൽ ചാർട്ടും ടേബിളും രണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ ഓൾറെഡി ചാർട്ടും ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ടേബിളും ഉണ്ട്. നമുക്കിതിൽ ചാർട്ട് മാത്രം പ്രിൻറ്റ് ചെയ്താൽ മതിയെങ്കിൽ, അല്ലെങ്കിൽ ടേബിൾ മാത്രം പ്രിൻറ്റ് ചെയ്താൽ മതിയെങ്കിൽ ആ ഭാഗം മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്ന് സെറ്റ് പ്രിൻ്റ് ഏരിയ കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും പ്രിൻ്റ് ചെയ്യില്ല, ആ ടേബിൾ മാത്രമായിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ പ്രിൻ്റ് ചെയ്യാം. ഇനി ആ പ്രിൻ്റ് ഏരിയ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ക്ലിയർ പ്രിൻ്റ് ഏരിയ കൊടുക്കാം. ഇനി അതല്ല, അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ചാർട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് സെറ്റ് പ്രിൻ്റ് ഏരിയ കൊടുത്താൽ ആ ഭാഗമായിരിക്കും നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരിക. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഏത് ഭാഗമാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് മാത്രമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് സെറ്റ് പ്രിൻ്റ് ഏരിയ യൂസ് ചെയ്യുന്നത്. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ക്ലിയർ പ്രിൻ്റ് ഏരിയ യൂസ് ചെയ്യാം. അപ്പോൾ അതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പ്രിൻ്റ് ഏരിയ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബ്രേക്ക്. നമുക്ക് ഈ പേജ് എവിടെ വെച്ചിട്ടാണോ അവസാനിപ്പിക്കേണ്ടത്, അതായത് ഇപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടും ഒരു പേജിലായിരിക്കും വരിക. എന്നാൽ ഈ കാണുന്നത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് പേജിലേക്കായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ പേജ് ബ്രേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പേജ് ബ്രേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ നമുക്ക് പേജ് ബ്രേക്ക് ആഡ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്ന് പേജ് ബ്രേക്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, രണ്ട് പേജായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, നേരത്തെ ഒരു പേജിലാണ് ഡിസ്പ്ലേ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും, സെപ്പറേറ്റ് രണ്ട് പേജിലേക്കായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പേജിനെ രണ്ട് ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, രണ്ടല്ല എത്ര ഭാഗമായിട്ട് വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേജ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് റീസെറ്റ് ആൾ പേജ് ബ്രേക്ക് കൊടുത്താൽ അത് പോകും. അപ്പോൾ എവിടെയൊക്കെ നമ്മൾ പേജ് ബ്രേക്ക് കൊടുത്തിരുന്നോ അതെല്ലാം നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഇവിടെ വരുന്നതാണ് ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഷീറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു, അതായത് എക്സൽ ഷീറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു ഇമേജൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ആ വൈറ്റ് സ്ക്രീനിന് പകരം നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നത്. ഇനി ബാക്ക്ഗ്രൗണ്ട് വേണ്ട, നമുക്കത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡിലീറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ അത് റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പ്രിൻ്റ് ടൈറ്റിൽ. പ്രിൻ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു പേജ് പ്രിൻ്റ് ചെയ്യുമ്പോൾ, പ്രിൻ്റ് ചെയ്യാൻ ഫയലിൽ പോയിട്ട് പ്രിൻ്റിലെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലും അതേപോലെ തന്നെ ഏറ്റവും താഴെയും നമുക്ക് വേണ്ട കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ടൈറ്റിലുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രിൻ്റ് ടൈറ്റിൽ യൂസ് ചെയ്യുന്നത്. അത് ഉദാഹരണം ഒരു കമ്പനീൻ്റെയൊക്കെ ബില്ലുകൾ ഫയലുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആ കമ്പനീൻ്റെ അഡ്രസ്സ് അതേപോലെ തന്നെ ഫോൺ നമ്പർ അതുമായിട്ട് ആ കമ്പനിയുമായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ എപ്പോഴും പേജിൻ്റെ മുകളിലുണ്ടാവും. അതേപോലെ തന്നെ പേജ് നമ്പറൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പേജിൻ്റെ താഴെയായിരിക്കും. ഇങ്ങനെ നമുക്ക് വേണ്ട രൂപത്തിൽ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പ്രിൻ്റ് ടൈറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻ്റ് ടൈറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ടൈറ്റിൽ പോവുക, ഹെഡർ ആൻഡ് ഫൂട്ടർ സെലക്ട് ചെയ്യുക, കസ്റ്റം ഹെഡർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സെക്ഷനിൽ എന്താണോ ഹെഡിങ് വേണ്ടത് അത് ചേർക്കുക. ലെഫ്റ്റിൽ ഞാൻ ഡേറ്റ് ചേർക്കുന്നുണ്ട്, സെൻറ്ററിൽ ഞാൻ ടൈം കൊടുത്തു, അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഞാൻ പേജ് നമ്പറും ചേർത്തു. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിഫാൾട്ടായിട്ട് തന്നിട്ടുണ്ട്. ഇതിലില്ലാത്ത കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുള്ള എല്ലാ ടൂളുകളും ഇവിടെ അവൈലബിൾ ആണ്. പിക്ചർ ആഡ് ചെയ്യാം, അതേപോലെ തന്നെ ഷീറ്റ്സിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം, അതേപോലെ തന്നെ ഫയൽ നെയിം ആഡ് ചെയ്യാം, അതേപോലെ തന്നെ ഫയലിൻ്റെ പാത്ത് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി അതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ നമുക്ക് വേണ്ട രൂപത്തിൽ ഫോർമാറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ അമർത്തുക. ഇപ്പോൾ നമ്മൾ കസ്റ്റം ഹെഡറാണ് സെലക്ട് ചെയ്തത്. ഇനി കസ്റ്റം ഫൂട്ടറും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വന്ന് ഡേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഓക്കെ അമർത്തുക. ഇവിടെ വീണ്ടും ഓക്കെയിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കൂ, ഈ പേജ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്ത ടൈറ്റിലും ഇവിടെ ഉണ്ടാവും, അതേപോലെ ഫൂട്ടറിൽ നമ്മൾ ചേർത്ത് കൊടുത്ത ടൈറ്റിലും ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഒരു പേജ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലും താഴെയും നമുക്ക് വേണ്ട ടൈറ്റിലുകളൊക്കെ നമുക്കിതുപോലെ സ്വന്തമായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രിൻ്റ് ടൈറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്കെയില്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു പേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഭാഗം വരെയാണ്. ഇവിടെ ഒരു ഡോട്ട് ലൈന് കണ്ടില്ലേ, ആ കാണുന്ന ലൈന് വരെയാണ് എന്ത് വരുന്നത്, ഒരു പേജ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് അതായത് A to J വരെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു പേജ് വരുന്നത്. ഇപ്പോൾ KLML ഒക്കെ എഴുതുകയാണെങ്കിൽ അത് അടുത്തൊരു പേജായിട്ടായിരിക്കും വരിക. അപ്പോൾ എക്സാമ്പിൾ നോക്കാം, ഞാനിവിടെ വന്ന് ഹലോ എന്ന് ടൈപ്പ് ചെയ്തു.
ഇപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പേജ് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഹലോ എന്നുള്ള വേർഡ് എന്തുണ്ടാവില്ല, ഈ പേജിൽ ഉണ്ടാവില്ല. അത് മാത്രം നമുക്ക് എവിടെയായിരിക്കും, അടുത്തൊരു പേജിലായിരിക്കും വരിക. ആ ചാർട്ടും ടേബിളും ഈ പേജിൽ വരുന്നുണ്ട്, പക്ഷേ ഹലോ എന്നുള്ളത് എവിടെയാണ്, ഈ പേജിൻ്റെ പുറത്താണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പേജ് എന്ന് പറഞ്ഞാൽ ഈ ഡോട്ടിലോട്ട് ലൈൻ വരെയാണ് ഒരു പേജ് വരുന്നത്. അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ഇതിലേക്ക് ആഡ് ചെയ്യില്ല. അപ്പോൾ ഒരു ഓഫീസിലൊക്കെ എല്ലാവരും വർക്ക് ചെയ്യുമ്പോൾ ഈ എക്സലിൽ എന്തെങ്കിലും പ്രിൻ്റ് ഔട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ അവർക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ ഒരു പേജിൽ തന്നെ എക്സലിലുള്ള എല്ലാ ഡാറ്റാസും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് 1-2 കോളംസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഈ സ്കെയിൽ ഇങ്ങനെ കുറച്ച് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹലോ എന്നുള്ള ഭാഗത്തിന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നാൽ ഇവിടെ പേപ്പറിൻ്റെ സൈസ് കൂടുന്നില്ല, ഫോണ്ടിൻ്റെ സൈസ് കുറച്ചിട്ട് എല്ലാം ഒരു പേപ്പറിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ഇത് 1-2 കോളംസ് ഒക്കെ മാത്രമാണെങ്കിലുള്ളൂ ഇത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. വലിയ ഡാറ്റീസിലൊക്കെ നമുക്ക് ഈ ഡാറ്റാസ് ഇങ്ങനെ ചെറുതാക്കി സ്കെയിലിൻ്റെ അളവ് ഇങ്ങനെ കുറച്ച് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, പേജ് അങ്ങനെ തന്നെ നിൽക്കും. അതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്റ്റ് ഇങ്ങനെ സൈസ് കുറച്ചിട്ട് അതൊരു പേജിലേക്കായിട്ട് ആഡ് ചെയ്യായിരിക്കും. അപ്പോൾ നിങ്ങൾ 1-2 കോളംസ് ഒക്കെ ആണെങ്കിൽ മാത്രമേ ഇത് ആഡ് ചെയ്യാൻ പറ്റൂ. അതായത് നമുക്കൊരു പേജിൻ്റെ പുറത്ത് വരുന്ന കാര്യങ്ങൾ ആ പേജിലേക്ക് തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വരുന്നതാണ് ഗ്രിഡ് ലൈൻ. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ലൈൻസുകളൊക്കെ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒഴിവാക്കാം. ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് തിരിച്ചു വരും. അതേപോലെ തന്നെ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പേജ് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തില്ല, ലൈൻസുകളൊന്നും വരുന്നില്ല. പ്രിൻ്റ് ചെയ്യുമ്പോൾ ലൈനുകളൊന്നും വരുന്നില്ല. അപ്പോൾ പ്രിൻ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആ ലൈനുകളൊക്കെ നമുക്കിതിൽ വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഇത് പ്രിൻ്റ് ചെയ്യുമ്പോഴും നമുക്കിതിൻ്റെ കൂടെ ലൈൻസുകളൊക്കെ ഡിസ്പ്ലേ ചെയ്തു വരും. അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഹെഡർ എന്ന് പറഞ്ഞാൽ ABC അതേപോലെ 1, 2, 3 തന്നെയാണ് നമ്മൾ ഹെഡർ എന്നൊക്കെ പറയുന്നത്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതിൽ ക്ലിക്ക് ചെയ്താൽ അതെല്ലാം റിമൂവ് ആവും. ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് തിരിച്ചു വരികയും ചെയ്യും. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ എന്തില്ല, ഹെഡർ ഒന്നുമില്ല, ആ ഹെഡിങ് ഒന്നുമില്ല. പ്രിൻ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഹെഡിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. പിന്നെ ബാക്കി ഇതിൽ അറേഞ്ചിൽ വരുന്ന ടൂളുകൾ നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എന്താണെന്ന് ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ബ്രിങ് ഫോർവേഡ്, സെൻഡ് ബാക്ക്വേഡ്, അതേപോലെ തന്നെ അലൈൻ, അതേപോലെ സെലക്ട് സ്പാന്, ഗ്രൂപ്പ്സ് നമ്മൾ പറഞ്ഞിട്ടില്ല, റൊട്ടേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊന്ന് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങളുടെ MS വേർഡ് ക്ലാസ്സിൽ ഇൻസെർട്ട് എന്ന ടോപ്പിക്കിൻ്റെ ഉള്ളിൽ, ഇൻസെർട്ട് പിക്ചർ ഷേപ്പ് എന്ന ടോപ്പിക്കിൻ്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് റെഫർ ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.